നമസ്കാരം. വ്രണമുണങ്ങാത്ത ശിരസും ഒടുങ്ങാത്ത പകയുമായി ഇപ്പോഴും ഘോര വനാന്തരത്തിൽ അലഞ്ഞു നടക്കുന്നു അശ്വത്ഥാമാവ് എന്നാണ് സങ്കല്പം. പകയുടെ അവതാരമാണവൻ. അരുതെന്ന് പറഞ്ഞിട്ടും ബ്രഹ്മശിരോസ്ത്രം അയക്കുകയും അത് പിൻവലിക്കാനാകാതെ അഭിമന്യുവിൻ്റെ ഭാര്യ ഉത്തരയുടെ ഗർഭത്തിലേക്ക് വഴിതിരിച്ചു വിടുകയും ചെയ്തു അശ്വത്ഥാമാവ്. ഗർഭസ്ഥ ശിശുവിനെ പോലും അവൻ കൊന്ന് പാപമേറ്റുവാങ്ങി. ദ്രോണർക്ക് കൃപിയിൽ ജനിച്ച പുത്രനാണ് അശ്വത്ഥാമാവെങ്കിൽ നമ്മുടെ നാട്ടിൽ കമ്മികളായി ജനിച്ച പകയൊടുങ്ങാത്ത ചില അന്തം ആത്മാക്കളുണ്ട്. അവന്മാർ സാങ്കല്പിക ഗർഭമുണ്ടാക്കി എവിടേക്കും അമ്പയച്ചു കളയും. ആ അമ്പുകൾ എവിടെ തറച്ചാലും ആഘോഷമാണ്. ഒരു ഗർഭകഥ പടച്ചുവിട്ട് കോൺഗ്രസിലെ ഒരു യുവ നേതാവിനെ നാറ്റിക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്ന പകതീരാത്ത ഈ കമ്മി ജന്മങ്ങൾ അപമാനത്തിന് തന്നെ അപമാനമാണ്. കോക്കോകനും വാത്സ്യായനുമൊക്കെ പത്രാധിപ സമിതിയിൽ ഇരിക്കുന്ന ദേശാഭിമാനി എന്ന പത്രം ആനന്ദ നിർവൃതിക്കായി കൊച്ചു പുസ്തകങ്ങളുടെ പരമ്പരകൾ തന്നെ പുറത്തിറക്കേണ്ടതാണ്. ലൈംഗിക അരാജകത്വം കാരണം ഹതാശരായ അന്തങ്ങൾ അത് വായിച്ച് രസിക്കട്ടെ. സ്ത്രീ വിഷയവും അവിഹിതവും ഗർഭവും ഒളിക്യാമറയുമൊക്കെ CPM എന്ന പാർട്ടിയുടെ ഒരു ബലഹീനതയാണ്. ഇവരുടെ തീവ്രതയളക്കലും കമ്മീഷനുമൊക്കെ കേരളീയ ജനത എത്രയോ കണ്ടതാണ്. സന്ദേശത്തിലെ കുമാരപിള്ള സാർ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ഓൺലൈൻ സാങ്കല്പിക ഗർഭകഥയുമായി വന്നിരിക്കുന്നത്. അന്തസ്സായി ജീവിക്കുന്ന സകല മാധ്യമപ്രവർത്തകരായ വനിതകളെയും മഴമറയത്ത് നിർത്തുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഒടുവിൽ നാട് മുഴുവൻ എതിരാവുക മാത്രമല്ല, സ്വന്തം പാർട്ടിയിലെ ആക്ടിവിസ്റ്റുകൾ വരെ തിരിയുകയും ചെയ്തതോടെ വാർത്ത പിൻവലിച്ച് ഓടേണ്ടി വന്നു ദേശാഭിമാനിക്ക്. മറ്റുള്ളവരെ അപമാനിക്കാൻ ഇത്തരം ലൈംഗിക കഥകൾ മെനയുക എന്നത് ഇവരുടെ ലെഗസിയുടെ ഭാഗമാണ്. പാർട്ടി തകർന്ന് തരിപ്പണമാവുകയും മേന്മകളൊന്നും പറയാനില്ലാതെ വരികയും ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് ഇവന്മാരുടെ പ്രധാന പരിപാടി. ഗർഭവും പെണ്ണുകേസുമൊക്കെ ഈ പാർട്ടി എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നതിൻ്റെ ഒരു ഉദാഹരണം കഥയായി പറയാം. ലോക്കൽ കമ്മിറ്റിയിലെ വനിതാ അംഗം അതേ കമ്മിറ്റിയിലെ ഒരു സഖാവിനെതിരെ പീഡനം ആരോപിച്ച് പരാതി കൊടുത്തു. ലോക്കൽ കമ്മിറ്റി അടിയന്തര യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തു. ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല എന്ന് കണ്ടെത്തി കമ്മിറ്റി പിരിഞ്ഞു. 2 മാസം കഴിഞ്ഞപ്പോൾ സ്ത്രീ വീണ്ടും പരാതിയുമായി എത്തി. താൻ ഗർഭിണിയാണെന്നും ലോക്കൽ കമ്മിറ്റി അംഗം ഉത്തരവാദിത്വം ഏറ്റെടുക്കണമെന്നുമായി സ്ത്രീ. വീണ്ടും കമ്മിറ്റി കൂടി കൂലങ്കഷമായി വിഷയം ചർച്ച ചെയ്തു. പാർട്ടി അച്ചടക്കം ലംഘിച്ചാലുള്ള അനുഭവം ഓർമ്മിപ്പിച്ച് വനിതാ അംഗത്തെ വിരട്ടിവിട്ടു. വീണ്ടും കമ്മിറ്റി പിരിഞ്ഞു. 7-8 മാസം കൂടി കഴിഞ്ഞപ്പോൾ ആ സ്ത്രീ പ്രസവിച്ചു. പാർട്ടി കമ്മിറ്റി അടിയന്തരമായി യോഗം കൂടി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തു. പാർട്ടി അച്ചടക്കം ലംഘിച്ച കുറ്റത്തിന് വനിതാ അംഗത്തെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു. പാർട്ടി അച്ചടക്കത്തിൻ്റെ വാളോങ്ങിയാൽ സ്ത്രീകൾക്ക് പ്രസവിക്കാനും പാടില്ല എന്നാണ് ഇവരുടെ നിയമം. ഇതൊക്കെയാണ് ഈ പാർട്ടി. ഏതെങ്കിലും അന്തം കമ്മികൾ വല്ല മനോരോഗത്തിൻ്റെയും ഭാഗമായി എന്തെങ്കിലും ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടാൽ അതെടുത്ത് വാർത്തയാക്കുകയാണോ ഉത്തരവാദിത്തപ്പെട്ട ഒരു പാർട്ടി പത്രത്തിൻ്റെ ജോലി? യുവ നേതാവ്, ചാനൽ ചർച്ചയിലെ താരം, MLA, പച്ചമാങ്ങ എന്നിത്യാദി ബിംബങ്ങൾ ചേർത്താണ് കമ്മികൾ കഥ മെനയുന്നത്. ഇനി അഥവാ ആ യുവാവ് ആരുടെയെങ്കിലും ഗർഭത്തിന് ഉത്തരവാദിയാണെങ്കിൽ ആരെങ്കിലും AKG സെൻറ്ററിൽ വന്ന് പരാതി പറഞ്ഞിട്ടുണ്ടോ? അച്ഛൻ്റെ സ്ഥാനത്ത് നിന്നും ആ യുവാവിനെ പിടിച്ച് കെട്ടിക്കൊടുക്കേണ്ട ബാധ്യത നിങ്ങൾക്കാണോ? നോക്കൂ, ഇവന്മാരുടെ നെറികെട്ട രാഷ്ട്രീയ പ്രവർത്തനം പോകുന്ന ഒരു പോക്ക്. ശത്രുതയുള്ള ചാനലിലെ സകല സ്ത്രീകളെയും ചേർത്ത് കഥ മെനയുകയാണ് ഇവർ. അന്തവും കുന്തവുമില്ലാതെ സൈബർ ഗുണ്ടകളും റിട്ടയർ ചെയ്ത് ചൊറിയും കുത്തി വീട്ടിലിരിക്കുന്ന കമ്മികളും ഇതങ്ങ് വല്ലാതെ ആഘോഷിക്കുകയാണ്. ആ യുവ നേതാവ് പണ്ട് പങ്കെടുത്ത ഓണപ്പരിപാടികളുടെ വീഡിയോ ഇട്ട് ഇവന്മാർ തെറിക്കഥകളുടെ പാൽപ്പായസം മുത്തുന്നു. അതിൽ കാണുന്ന യുവതികളുടെ മാനസികാവസ്ഥ ഇപ്പോൾ എന്തായിരിക്കും? ഇവനൊക്കെ അമ്മയും പെങ്ങളും പേരിനൊരു പരംപിതാവുമൊക്കെ ഉണ്ടോ എന്ന് തോന്നിപ്പോകും. തെമ്മാടിത്തരങ്ങളുടെ ആഘോഷം കണ്ടാൽ ഇതിനപ്പുറവും നമ്മൾ ചിന്തിച്ചു പോകും. ആന്തൂരിൽ പാർട്ടിയുടെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത സാജൻ്റെ ഭാര്യയെ ഈ പത്രം അപവാദ കഥകൾ കൊണ്ട് കൊല്ലാക്കൊല ചെയ്തത് നമ്മൾ അറിഞ്ഞ സംഭവമാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് PC ജോർജിനെതിരെ ഒരു ഗർഭകഥ അടിച്ചുവിട്ടു. ഒടുവിൽ കോടതിയിൽ മാപ്പ് പറഞ്ഞ് പിഴയൊടുക്കി തലയൂരി. ഈ പത്രത്തിൻ്റെ പേര് തന്നെ അപമാനി എന്ന് തിരുത്തേണ്ടിയിരിക്കുന്നു. പെണ്ണുകേസിൽപ്പെടുത്തി മാധ്യമപ്രവർത്തകരെയും രാഹുൽ മാങ്കൂട്ടത്തെയും മാത്രമല്ല ആരെയൊക്കെ അപമാനിക്കാമോ അതവർക്ക് ആനന്ദലഹരിയാണ്. ഇവരുടെ അപസർപ്പക കഥകൾ വേറെ ആരും വിശ്വസിക്കില്ല എന്നത് മലയാളികളുടെ ഒരു ഭാഗ്യമാണ്.
കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടാക്കും ഈ പത്രവും ഇവരുടെ ചാനലും പിന്നെ പാർട്ടിയും. ഇവരുടെ നെറുകേടുകൾക്കെതിരെ ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ മറ്റു പാർട്ടികളിൽ പൊങ്ങി വന്നിട്ടുണ്ടോ, പാർട്ടി അപ്പോൾ കുമാരപിള്ളയുടെ ശിഷ്യന്മാരെ ഇറക്കും. വിഭാഗീയതയുടെ പേരിൽ സ്വന്തം പാർട്ടിയിലെ ഒരു ജില്ലാ സെക്രട്ടറിയെ കുരുക്കി വെട്ടിലാക്കാൻ ഒളിക്യാമറ ഓപ്പറേഷൻ നടത്തിയ പാർട്ടിയാണിത്. ഇവരുടെ ചില നേതാക്കന്മാരുടെ പേരെടുത്ത് പറഞ്ഞ് സ്വപ്ന സുരേഷ് ആരോപണം ഉന്നയിച്ചിരുന്നു. ഒരുത്തനെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല, മറ്റൊരുത്തൻ തരം കിട്ടിയാൽ മൂന്നാറിന് വിളിക്കും. 2 ദൈവനാമങ്ങൾ ചേർന്ന പേരുള്ള മറ്റൊരുത്തൻ തന്നെ കാണുമ്പോൾ കൊച്ചു കുട്ടികളെ പോലെയാണ് പെരുമാറുന്നത്. അതോടെ നാണം കെട്ട ഞരമ്പൻ സഖാക്കൾ പറഞ്ഞു, ഞങ്ങൾ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന്. പാർട്ടി സംസ്ഥാന നേതൃത്വം അവർക്ക് കോടതിയിൽ പോകാൻ പെർമിഷൻ കൊടുത്തു. പക്ഷേ വർഷം 2 കഴിഞ്ഞു. ഈ 3 ഡിങ്കിരിവാലന്മാർക്കും അതിനുള്ള ധൈര്യമുണ്ടായില്ല. അങ്ങനെ കേസിന് പോയാൽ അതിലും മുഴുത്ത കാഴ്ചകൾ പുറത്തു വന്നാലോ എന്ന് അവർക്ക് ഭയമുണ്ട്. ഞരമ്പന്മാരായ രാഷ്ട്രീയ നേതാക്കന്മാർ എല്ലാ പാർട്ടിയിലുമുണ്ട്. ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിനെ നല്ല പിള്ളയാക്കാൻ ശ്രമിക്കുകയല്ല. കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അവൻ തന്നെ അനുഭവിക്കേണ്ടി വരും. ഒരു കഷണം പേപ്പറിൽ ഒരു പരാതി എഴുതി കൊടുത്താൽ പിണറായി പോലീസ് ആ യുവ നേതാവിനെ വെറുതെ വിടുമോ? നാട്ടിലുള്ള വിഷയങ്ങളെയൊക്കെ അവധാനതയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു മാധ്യമ പ്രവർത്തക അവരൊരു പീഡനം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ധൈര്യപൂർവ്വം മുന്നോട്ട് വരാതിരിക്കുമോ? ഗർഭമൊതുക്കലും കോംപ്രമൈസുമാണോ ചാനൽ മേധാവികളുടെയും കോൺഗ്രസിലെ മുതിർന്ന നേതാവിൻ്റെയും ഒക്കെ ജോലി? ഈ നാട്ടിലെ സകല പ്രശ്നങ്ങളും ദേശാഭിമാനിയും അവരുടെ സൈബർ കമ്മികളും കൂടി പരിഹരിച്ചു കഴിഞ്ഞു. ഇനി ആ യുവ നേതാവിനെ പിടിച്ച് കെട്ടിക്കുക എന്നാണ് ഇവന്മാരുടെ ധർമ്മം. കുറേ യൂട്യൂബർമാരും വിവരമുണ്ടെന്ന് നമ്മൾ കരുതിയ മുതിർന്ന ചർച്ചക്കാരുമൊക്കെ നാണം കെട്ട ഈ ഗർഭവൃത്താന്തം ചർച്ച ചെയ്ത് അഭിരമിക്കുകയാണ്. വേണ്ടാതനങ്ങൾ പറഞ്ഞു പിടിപ്പിച്ച സകലതിൻ്റെയും പേരിൽ പരാതിയുമായി ഏഷ്യാനെറ്റ് സൈബർ പോലീസിനെ സമീപിച്ചിരിക്കുകയാണ്. പ്രമുഖ നാടകകൃത്തും അഭിഭാഷകനുമായിരുന്ന ജി ജനാർദ്ദനക്കുറുപ്പ് ഒരിക്കൽ എഴുതിയതോർക്കുന്നു. സാവിത്രി 8 മാസം ഗർഭിണിയാണെന്ന് പറയപ്പെടുന്നത്രേ. ഇങ്ങനെയൊക്കെ ഒരു പത്രം അച്ചടിച്ചു വെച്ചാൽ അതിൻ്റെ പത്രാധിപരെ വിചാരണ ചെയ്യാതെ തൂക്കിക്കൊല്ലണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. സ്ത്രീകളുടെ മാനവും ശരീരവും ഊഹാപോഹങ്ങൾക്ക് പാർക്ക് ചെയ്യുവാനുള്ള ഇടമല്ല. നിയമസഭയിൽ ഇപ്പോഴുള്ള ഞരമ്പന്മാരുടെ കണക്കെടുത്താൽ 5-6 എണ്ണം വരും. പുറത്തറിയാത്തത് വേറെ. ആ നീലയിലേക്ക് ഉയരാനാണ് രാഹുൽ മാങ്കൂട്ടം ശ്രമിക്കുന്നതെങ്കിൽ അതിന് ചെറുപ്പക്കാരൻ വലിയ വില നൽകേണ്ടി വരും. CPMൻ്റെ കരുതിക്കൂട്ടിയുള്ള വേട്ടയാടലിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കുന്നതും ഈ സമൂഹമാണെന്ന ചിന്ത കൂടി വേണം. രാഹുൽ മാങ്കൂട്ടം സകലരുടെയും നോട്ടപ്പുള്ളിയും ശത്രുവുമായതിനാൽ കമ്മികൾ മാത്രമല്ല സംഘി പ്രൊഫൈലുകളും ഈ ഗോസിപ്പ് ആഘോഷിക്കുന്നുണ്ട്. ചിലർ രാഹുലിന് സംബന്ധം ആലോചിക്കുന്ന തിരക്കിലാണ്. തീയതി നിശ്ചയിച്ച് അറിയിക്കുന്ന മുറയ്ക്ക് പോയി താലി ചാർത്തിയാൽ മാത്രം മതി ആ ചെറുപ്പക്കാരൻ. രാഹുലിനെതിരെ ഇപ്പോൾ ഉയർന്ന ആരോപണം ശരിയാണെങ്കിൽ ഒന്നാലോചിച്ച് നോക്കൂ. ഇത്രയേറെ ക്രൂരത കാണിച്ച ഒരു ചെറുപ്പക്കാരനെതിരെ ഒരു പരാതി പോലും പറയാതെ എല്ലാം രഹസ്യമാക്കി വെച്ചിരിക്കുന്ന ആ സ്ത്രീ അപ്പോൾ ആരായിരിക്കും? അവർ മാധ്യമ പ്രവർത്തകയാണെന്ന് പ്രചരിപ്പിക്കുമ്പോഴാണ് അതിലേറെ അത്ഭുതം. ഇത്രയൊക്കെ മോശമായി മെസ്സേജ് അയച്ചിട്ടും സ്ത്രീകളാരും എന്താണ് ഈ ചെറുപ്പക്കാരനെതിരെ പരാതി പറയാത്തത്? എന്താ ഭയന്നിട്ടാണോ? ഒരുപാട് സ്ത്രീകൾ എന്നോട് പറഞ്ഞു എന്ന മട്ടിലാണ് ചില യൂട്യൂബ് അമ്മാവന്മാരുടെ പ്രതികരണം. എന്തായാലും സംഗതി തിരിഞ്ഞു കൊത്തുമെന്നായതോടെ ദേശാഭിമാനി വാർത്ത പിൻവലിച്ച് തടിയൂരി. വിരൽത്തുമ്പ് കൊണ്ടുപോലും പരിശുദ്ധരായ സഖാക്കളാണല്ലോ അവരുടെ സ്വത്ത്. ചുംബന സമരത്തിനും ആർത്തവ ഫെസ്റ്റിനും സപ്പോർട്ട് ചെയ്തവർക്ക് പക്ഷേ അവിഹിതമെന്നും ഗർഭമെന്നും കേൾക്കുമ്പോൾ രോമാഞ്ചം ചില്ലറയല്ല. ശത്രുനിഗ്രഹത്തിന് ഇതിലും വലിയ മാരകായുധം വേറെയില്ലെന്ന് പാർട്ടിക്കറിയാം. ചുരുക്കി പറഞ്ഞാൽ ഒരു സിനിമയിൽ ഹരിശ്രീ അശോകൻ പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ. ഇഡലി ഗർഭ ദോശഗർഭ.